السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീനിലെ അഅ്മാലുൽ ഖുലൂബ് ക്രോഡീകരിച്ച അൽ-ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തുൽ വറഇൻ്റെ മൻസിലത്ത്, കഴിഞ്ഞ ദർസിൽ മൻസിലത്തു സുഹ്ദ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ മൻസിലത്തായി പറഞ്ഞത്. അതിൽ മൻസിലത്തുൽ വറഇനെ പറ്റി ഒരു പരാമർശമുണ്ടായിരുന്നു. എന്താണ് സുഹദ്, എന്താണ് വറഅ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നിടത്ത്, സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തേക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കലും, വറഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്തെ ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അഥവാ പരലോകത്ത് അതൊരു ഉപദ്രവമാവും എന്നതിനെ ഭയപ്പെടുന്ന കാര്യങ്ങളെ ഒഴിവാക്കലുമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വറഅ് എന്താണ് എന്നും വറഇൻ്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ഫസ്ലിൽ, ഈ ഒരു മൻസിലത്തിൽ പറയുന്നത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിലെ 51-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂൽ, റസൂലുകളെ, കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ, നിങ്ങൾ വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിക്കുകയും സാലിഹായ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് അറിയുന്നവനാണ് ഞാൻ, അലീമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. വഖാല തആല, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിലെ 4-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വസിയാബക ഫത്വഹിർ, വസിയാബക ഫത്വഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക എന്നുള്ളത്, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഇവിടെ സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തിൽ റസൂലുകളോട് പ്രത്യേകം ത്വയ്യിബായത് ഭക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വിശിഷ്ടമായത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വസിയാബക ഫത്വഹിർ, നിന്റെ വസ്ത്രത്തെ നീ ശുദ്ധീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിന് പല തഫ്സീറുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഇവിടെ ഇബ്നുൽ ഖയ്യിം ഖാല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ അതീവ പാണ്ഡിത്യമുള്ള സഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തഫ്സീർ പറയുകയാണ്, ലാ തൽബസ്ഹാ അലാ ഗദ്രിൻ വലാ ദുൽമിൻ വലാ ഇസ്മിൻ, അതായത് നീ വസ്ത്രം ചതിയിലൂടെയോ അക്രമത്തിലൂടെയോ പാപം മൂലമോ നേടിയെടുത്ത് നീ ധരിക്കരുത്. ഇൽബസ്ഹാ വ അൻത ബർറുൻ താഹിറുൻ, നീ പരിശുദ്ധനായിട്ടുള്ള, ശുദ്ധിയുള്ള, നീ പുണ്യമായിട്ടുള്ള അഥവാ ഹലാലായിട്ടുള്ള ആ രീതിയിലുള്ളതാണ് നീ ധരിക്കേണ്ടത് എന്ന് പറയുകയാണ്. അഥവാ ഫത്വഹിർ എന്നുകൊണ്ട് ഉദ്ദേശം ഏറ്റവും നല്ല ശുദ്ധിയുള്ളതും അതുപോലെ തന്നെ ഹലാലായ നിലക്ക് സമ്പാദിച്ചിട്ടുള്ളതും ആ നിലക്കുള്ളതാണ് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞത് കാണാം. ഇനി ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, വലാ റൈബ അന്ന തത്ഹീറഹാ മിനൻ നജാസാത്ത് വതഖ്സീറഹാ മിൻ ജുംലത്തി തത്ഹീരിൽ മഅ്മൂർ ബിഹി. ഇവിടെ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് നജസ്സുകളിൽ നിന്ന് വസ്ത്രം ശുദ്ധിയാവുക, അതുപോലെ തന്നെ ഏത് നിലക്കും അതിൻ്റെ ഒരു ശുദ്ധി കാത്തു സൂക്ഷിക്കുക, അതിൽ കുറവ് വരുത്താതിരിക്കുക എന്നുള്ളതെല്ലാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അഥവാ അത് ഏറ്റവും നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കുക, അത് അശുദ്ധി അഴുക്കില്ലാത്ത നജസ്സില്ലാത്തതാവുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള, കൽപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഇത് ബിഹി തമാമു ഇസ്ലാഹിൽ അഅ്മാലി വൽ അഖ്ലാഖ്, അതിലൂടെയാണ്, അല്ലെങ്കിൽ നല്ല ശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധിയായിട്ടുള്ള വസ്ത്രം ധരിക്കുക, നജസ്സുകളിൽ നിന്ന് ഒഴിവായി ധരിക്കുക എന്നുള്ളതെല്ലാം അതിലൂടെയാണ് ഒരാളുടെ ഇസ്ലാഹും, ഒരാൾ നന്നാവലും, അയാളുടെ കർമ്മങ്ങൾ നന്നാവലും സ്വഭാവം നന്നാവലും ഒക്കെ അതിൻ്റെ പരിപൂർണതയിലെത്തുക എന്നുള്ളത് അയാളുടെ വസ്ത്രവും നന്നാവുക എന്നും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ലിഅന്ന നജാസത്തുൽ ളാഹിർ തൂരിസു നജാസത്തുൽ ബാത്തിൻ, ഒരാളുടെ ബാഹിറായിട്ട് അഥവാ ബാഹ്യമായിട്ട് വസ്ത്രത്തിലും മറ്റുമെല്ലാം നജസുണ്ട് എന്നുള്ളത് എന്ത് നിർബന്ധമാക്കുന്നു? അവൻ്റെ ബാത്തിനായ, അവൻ്റെ ഖൽബും അതുപോലെയുള്ള അവൻ്റെ ബാത്തിനായ കാര്യങ്ങളിൽ നജസുണ്ട് എന്നതിനെ നിർബന്ധമാക്കുന്നു. അഥവാ പുറത്ത് നന്നായാലേ അകം നന്നാവുള്ളൂ എന്നുള്ള ആശയം. അല്ലെങ്കിൽ പുറത്ത് നജസാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ അകത്തും എന്തില്ല, അതുപോലെ നജസ് നിറഞ്ഞ അതിലൊരു ശ്രദ്ധയില്ലാത്ത അവസ്ഥയാണ് എന്നുള്ളത്.
വലിദാലിക ഉമിറൽ ഖായിമു ബൈന യദയില്ലാഹി ബിഇസാലതിഹാ വൽ ബുഅദി അൻഹാ. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരുവനോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നജസുകളിൽ നിന്ന് ഒഴിവാകണമെന്നുള്ളതും അതിൽ നിന്ന് ശുദ്ധിയാകണമെന്നുള്ളതും. അറിയാം, നിസ്കാരത്തിൻ്റെ എല്ലാം ഷറുത്തിൽപ്പെട്ട കാര്യമാണ് നജസിൽ നിന്ന് നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും അവൻ്റെ ശരീരവും എല്ലാം ശുദ്ധിയാവുക എന്നുള്ളത്. വൽ മഖ്സൂദ്, ഇവിടെ ഈ ശുദ്ധിയുടെ കാര്യം ഈ മൻസിലത്തുൽ വറയിൽ പറയാനുള്ള കാരണം, അതിൻ്റെ ലക്ഷ്യം അന്നൽ വറഅ യുതഹിറു ദനസൽ ഖൽബി വനജാസതഹു. വറഅ എന്നുള്ളത് അഥവാ വറഅ എന്നുള്ള അവസ്ഥ, പരലോകത്തേക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഭയപ്പെടുന്ന കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് ഒരാളുടെ ഖൽബിനെ അതിൻ്റെ അഴുക്കിൽ നിന്നും നജസുകളിൽ നിന്നും, ഖൽബിന് ബാധിക്കുന്ന അഴുക്കിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയാക്കുന്നു. കമാ യുതഹിറുൽ മാഉ ദനസ ഥൗബി വനജാസതഹു, ഏതുപോലെ ഒരു വസ്ത്രത്തിലെ അഴുക്കും ചെളിയുമെല്ലാം നജസുകളുമെല്ലാം ഒരു വെള്ളം ശുദ്ധിയാക്കുന്നത് പോലെ. വബൈന സിയാബി വൽ ഖുലൂബി മുനാസബത്തുൻ ബാഹിറത്തുൻ വബാത്തിന, വസ്ത്രവും ഒരാളുടെ ഖൽബും തമ്മിൽ ബാഹ്യമായതും ആന്തരികവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, ഒരു യോജിപ്പുണ്ട്. ഒരാളുടെ ബാഹ്യമായ വസ്ത്രം നജസ് നിറഞ്ഞതാവുക എന്നുള്ളത് അയാളുടെ ഖൽബുമായിട്ടൊരു ബന്ധമുണ്ട്. ഖൽബ് അതുപോലെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ചില ആളുകൾ ബാഹ്യ നജസുള്ള വസ്ത്രം ധരിക്കാറ് അയാളുടെ ഖൽബ് അങ്ങനെ മോശമായതുകൊണ്ടായിരിക്കും, അതിലൊരു ശ്രദ്ധയില്ലാത്ത അവസ്ഥയുള്ളവരായിരിക്കും. അതുപോലെ അങ്ങനെ ഒരു ബന്ധം അവിടെയുണ്ട്. വലിദാലിക തദുല്ലു സിയാബുൽ മർഇ ഫിൽ മനാമി അലാ ഖൽബിഹി വഹാലിഹി, അതുകൊണ്ടാണ് ഒരാൾ ഉറക്കത്തിൽ അവൻ സ്വപ്നത്തിൽ കാണുമ്പോൾ അവൻ എങ്ങനെയുള്ള വസ്ത്രമാണോ ധരിക്കുന്നത് അത് അവൻ്റെ ഖൽബിനെയും ഹാലിനെയും അറിയിക്കുന്നതാണ് എന്ന്. ഇതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ സ്വപ്ന വ്യാഖ്യാനത്തിൽ അങ്ങനെ ഒരു കായത ഉണ്ടായിരിക്കാം. സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളൊരു ഫന്ന് ദീനിൻ്റെ മേഖലയിൽ തന്നെ പഠിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൽ ചിലപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ അയാളെ തന്നെ കാണുമ്പോൾ അയാളുടെ വസ്ത്രം എന്താണോ അത് ആ വ്യക്തിയുടെ ഖൽബിൻ്റെയും ഹാലിനെയും അറിയിക്കുന്നതാണ് എന്നുള്ള കായത ഉണ്ടായിരിക്കാം. അല്ലാഹു അലം. സ്വപ്ന വ്യാഖ്യാനം എനിക്കറിയില്ല, അങ്ങനെയാണ് അതിൽ മനസ്സിലാകുന്നത്. അല്ലാഹു അലം. വയുസ്സിറു കുല്ലും മിൻഹുമാ ഫിൽ ആഖർ, അതുപോലെ തന്നെ പിന്നെ ഇത് ഒന്ന് മറ്റൊന്നിൽ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത്. അഥവാ പുറത്ത് നജസില്ലാത്ത നല്ലൊരു വസ്ത്രം ശുദ്ധിയായത് ഉണ്ടാവുക എന്നുള്ളത് അയാളുടെ ഖൽബിനെ അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതിൻ്റെ ആകത്തുക വറഅ, ആ ശരീരം ശുദ്ധീകരിക്കാൻ, വസിയാബക ഫതഹിർ, വസ്ത്രം ശുദ്ധീകരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ഖൽബിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് വറഅ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. വലിഹാദാ നുഹിയ അൻ ലിബാസിൽ ഹരീരി വദ്ദഹബ് എന്നൊരു മുഖയും പറയാണ്, ഈ വസ്ത്രത്തിന് ഖൽബിലുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാധീനമുണ്ട്. അഥവാ നല്ല വസ്ത്രം നല്ലൊരു ഖൽബും, മോശപ്പെട്ട ഖൽബിൻ്റെ അവസ്ഥയിൽ മോശപ്പെട്ട വസ്ത്രം, അങ്ങനെയൊക്കെ നജസുള്ള വസ്ത്രം, മോശപ്പെട്ടത് ഉദ്ദേശിച്ച വില കുറഞ്ഞതെന്ന അർത്ഥത്തിലല്ല, നജസായ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് പറയുകയാണ് ഇത് തമ്മിലുള്ള സ്വാധീനം അറിയിക്കാൻ പറയുകയാണ്. വലിഹാദാ നുഹിയ അൻ ലിബാസിൽ ഹരീരി വദ്ദഹബ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടിൻ്റെയും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും എല്ലാം വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമായിട്ടുള്ളത്. വജുലൂദി സിബാ, അതുപോലെ തന്നെ പട്ടും, ഇത് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക്. വജുലൂദി സിബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടമൃഗങ്ങൾ, വേട്ടയാടാൻ വേണ്ടിയുള്ള വേട്ടയാട്ട എന്നല്ല, ഇര ഓരോ ജന്തുവിനെ ആക്രമിച്ചുകൊണ്ട് ഇര തേടുന്ന വന്യമൃഗങ്ങൾ, അതാണ് സിബാ. അതിൻ്റെ തൊലി കൊണ്ടുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ദീനിൽ അത് നിഷിദ്ധമാണ്. ലിമാ തുഅസ്സിറു ഫിൽ ഖൽബി മിനൽ ഹൈഅത്തിൽ മുനാഫിയ ലിൽ ഉബൂദിയത്തി വൽ ഖുശൂ, എന്തുകൊണ്ടാണത്? കാരണം ആ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് അതിൻ്റെ സ്വാധീനം ഖൽബിൽ ഒരു ഖുശൂഇൻ്റെയും അള്ളാഹുവിനോട് കാണിക്കുന്ന ഉബൂദിയത്തിനോടും യോജിച്ചതാവില്ല, അതിനെതിരായിട്ടുള്ള ഒരു രൂപം ഉണ്ടാവും. അഥവാ പുരുഷന്മാർ പട്ടുവസ്ത്രം, സ്വർണം, അതുപോലെ തന്നെ അല്ലാതെ ഈ മൊത്തത്തിൽ ഈ തൊലിയുടെ വന്യമൃഗങ്ങളുടെ തൊലി കൊണ്ടുള്ളതെല്ലാം അത് ആളുകൾക്കിടയിൽ ഒരു ഫഖർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഖുശൂഉം ഉബൂദിയത്തും കാണിക്കാത്തൊരു വേഷമായതുകൊണ്ടാണ് വിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ വേഷങ്ങൾക്ക് ഖൽബിൽ ഒരു സ്വാധീനം ഉണ്ടാകും. വതഅസീറുൽ ഖൽബി വന്നഫ്സി ഫി الثياب അംറുൻ ഖഫീയുൻ യഅരിഫുഹു അഹ്ലുൽ ബസായിർ മിൻ നദാഫതിഹാ വദനസിഹാ വറായിഹതിഹാ, ഈ പറഞ്ഞ ഖൽബിനും മനസ്സിനുമെല്ലാം ഈ വസ്ത്രം കൊണ്ടുള്ള സ്വാധീനം അംറുൻ ഖഫീയുൻ, വളരെ ഗോപ്യമായിട്ടുള്ള കാര്യമാണ്. യഅരിഫുഹു അഹ്ലുൽ ബസായിർ, വളരെയധികം ഉൾക്കാഴ്ചയുള്ള, അത് അതിനെക്കുറിച്ച് അറിവുള്ള, അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക. എങ്ങനെ അതിൻ്റെ ശുദ്ധി, അത് ശുദ്ധിയുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അഴുക്ക്, അതിൻ്റെ ഗന്ധം, വബഹ്ജതിഹ വകസഫതിഹ, അതിൻ്റെ ഒരു പ്രസന്നത, അതിൻ്റെ ഒരു മന്ദത, അതൊക്കെ ഒരാളിൽ ഒരു സ്വാധീനമുണ്ട് എന്നുള്ളത് പിന്നെ അഹ്ലുൽ ബസായിർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഹത്താ ഇന്ന സൗബൽ ബിർരി ലയുറഫു
മിൻ സൗബിൽ ഫാജിർ വലൈസ അലൈഹിമ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുണ്യം ചെയ്യുന്ന, ഒരു ബിർറ് ചെയ്യുന്ന നല്ലൊരു വ്യക്തിയുടെ വസ്ത്രവും തെമ്മാടിയായിട്ടുള്ള ഒരാളുടെ വസ്ത്രവും വരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും, അത് അവർ ധരിച്ചിട്ടില്ലെങ്കിൽ പോലും. അഥവാ ഒരു നല്ല ആളുണ്ട്, പുണ്യം ചെയ്യുന്ന ആളുണ്ട്, ഒരു തെമ്മാടിയായി ജീവിക്കുന്ന ആളുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ തമ്മിൽ വരെ ഒരു വ്യത്യാസം ഉണ്ടാകും. അത് അവർ ധരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതുപോലെ ബസീറത്തുള്ള ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാകുന്ന ഗോപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ആകെ ഈ ഒരു വിഷയം പറയാനുള്ള കാരണം ഇത് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചക്കല്ല. സിയാബക്ക ഫത്തഹീർ എന്നുള്ള ആയത്തിന്റെ തഫ്സീറിൽ ഈ നിലക്ക് കാര്യങ്ങൾ ത്വാഹിറായത് ധരിക്കുക എന്ന് പറയുമ്പോൾ അത് കൽബിനും ബാധകമാണ് എന്നറിയിക്കാനാണ്. അപ്പോൾ ശുദ്ധിയുള്ളൊരു കൽബുണ്ടാവുക, ആ കൽബിൽ ആവശ്യമില്ലാത്ത അഴുക്കുകളും നജ്സുകളും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയിക്കാനാണ് ഈ ഒരു ചർച്ച ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വഖദ് ജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വറഅ കുല്ലഹു ഫീ കലിമത്തിൻ വാഹിദ. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറഇനെ മൊത്തത്തിൽ ഒരൊറ്റ വാക്കിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകോപിച്ചിട്ടുണ്ട്. ഫഖാല, അവിടുന്ന് പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള, അൽബാനി സഹിഹാക്കിയിട്ടുള്ള ഹദീസാണ്, വളരെ അറിയപ്പെട്ട ഹദീസാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു വ്യക്തിയുടെ ഇസ്ലാമിൽ ഇഹ്സാനിന്റെ അടയാളമാണ്, അല്ലെങ്കിൽ ഇഹ്സാൻ ഉണ്ട് എന്നതിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനീഹ്, അവൻ ആവശ്യമില്ലാത്ത കാര്യം അവൻ ഒഴിവാക്കുക എന്നുള്ളത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു 4 കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കണം. 1 മുഹറമാത്തുകൾ, ഹറാമായ കാര്യങ്ങൾ അവൻ ഒഴിവാക്കണം. 2 മക്രൂഹാത്തുകൾ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം. 3 മുഷ്തബിഹാത്തുകൾ, സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം. 4 ഫുദൂലാത്തുകൾ, അഥവാ ഹലാലായതിൽ തന്നെ അവൻ ആവശ്യമുള്ളതിനേക്കാൾ അധികമായിട്ടുള്ള കാര്യം അത് ഒഴിവാക്കണം. അപ്പോൾ ഈ നിലക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പരിപൂർണമായി ഒഴിവാക്കുമ്പോഴാണ് അവൻ വറ ഉള്ള ഒരാളാകുന്നത്. അപ്പോൾ വറ എന്നുള്ളതിന് ഈ ഒരു വാക്ക് തന്നെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് തന്നെ അതിൻ്റെ ആശയത്തെ പരിപൂർണമായി അറിയിക്കുന്നു എന്ന് പറയുകയാണ്. ഫഹാദാ യഉമ്മു തർക ലിമാ ലാ യഅനി മിനൽ കലാമി വന്നദ്രി വലിസ്തിമാഇ വൽബത്ശി വൽമശി വൽഫിക്രി വസാഇരിൽ ഹറകാത്ത്. ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു വാക്ക്, ഇത് പൊതുവായിട്ടുള്ളതാണ് ഈ ഹദീസ്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കൽപ്പെട്ടു? ലാ ലാ യഅനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനൽ കലാം, സംസാരമാവട്ടെ, വന്നദർ, നോട്ടമാകട്ടെ, വലിസ്തിമാ, കേൾവിയാകട്ടെ, വൽബത്ശ്, എന്തെങ്കിലും കാര്യം തൊടലോ പിടിക്കലോ ആവട്ടെ, വൽമശി, നടക്കലോ പോകലോ ആവട്ടെ, വൽഫിക്ർ, ചിന്തയാവട്ടെ, വസാഇരിൽ ഹറകാത്ത് അദ്ദാഹിറ വൽബാത്തിന, അതുപോലെ തന്നെ ബാഹ്യമായതും ആന്തരികവുമായിട്ടുള്ള എല്ലാ ചലനങ്ങളും. ഫഹാദിഹിൽ കലിമത്തു കാഫിയത്തുൻ ഷാഫിയത്തുൻ ഫിൽ വറ, ഈ ഒരു വാക്ക് അഥവാ ഈ ഒരു ഹദീസ് വറഇന്റെ വിഷയത്തിൽ പരിപൂർണമായി മതിയായതാണ്. അഥവാ എന്താണ് വറ എന്ന് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് തന്നെ മതിയായതാണ്. അഥവാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ് വറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഖാല ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ വറഉ തർക്കു കുല്ലി ശുബ്ഹത്തിൻ, വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കലാണ്. വതർക്കു മാ ലാ യഅനീക ഹുവ തർക്കുൽ ഫളാത്ത്, അതുപോലെ തന്നെ നിനക്ക് ആവശ്യമില്ലാത്ത കാര്യം അത് ഒഴിവാക്കുക. ഇതിന്റെ അർത്ഥം ഫുദൂലുകൾ ഒഴിവാക്കുക, അഥവാ ഹലാലായതിൽ നിന്ന് ആവശ്യമായത് മാത്രം എടുത്ത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ് വറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല ഇസ്ഹാഖ് ഇബ്നു ഖലഫ് റഹിമഹുല്ലാഹ്, സൽഫകളിൽപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു ഖലഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ വറഉ ഫിൽ മൻതിഖി അശദ്ദു മിൻഹു ഫിൽ ദഹബി വൽ ഫിദ്ദ, സംസാരിക്കുന്ന വിഷയത്തിൽ വറ ഉണ്ടാവുക എന്നുള്ളത് സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും മൂല്യമുള്ളൊരു കാര്യമാണ്, അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സംസാരത്തിൽ വറ ഉണ്ടാവുക എന്നുള്ളത്. വസ്സുഹ്ദു ഫിൽ റിയാസ അശദ്ദു മിൻഹു ഫിൽ ദഹബി വൽ ഫിദ്ദ, നേതൃത്വത്തിനോട് അഥവാ ഒരു നേതൃപദവി, പിന്നെ ആളുകളുടെ മുമ്പിൽ ഒരു സ്ഥാനം, ആ രീതിയിലുള്ള റിയാസത്തിൽ സുഹൃദ് ഉണ്ടാവുക എന്നുള്ളത് സ്വർണത്തിനേക്കാളും വെള്ളിയേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സ്വർണത്തിന് വലിയൊരു ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യം ഉണ്ടല്ലോ, അതിനേക്കാൾ മൂല്യമുള്ള കാര്യമാണ് നേതൃത്വത്തിനോട് സുഹൃദ് ഉണ്ടാകലും സംസാരത്തിൽ വറ ഉണ്ടാകലും. അത് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കലും നേതൃത്വവും സ്ഥാനവും ഒന്നും ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതും. ലിയന്നഹുമാ യുബ്ദലാനി ഫീ ത്വലബി റിയാസ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണവും വെള്ളിയും അഥവാ ദീനാറും ദിർഹമും അഥവാ സമ്പത്ത് ഈ നേതൃത്വം കിട്ടാൻ വേണ്ടി, പദവി കിട്ടാൻ വേണ്ടി ഒരാൾ ചെലവഴിക്കും. നമുക്കറിയാം, ഏതൊരാളും ഇപ്പോൾ രാഷ്ട്രീയക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടി, സ്ഥാനം കിട്ടാൻ വേണ്ടി, നേതൃത്വം കിട്ടാൻ വേണ്ടി അവർ സമ്പത്ത് ചെലവാക്കും. കാരണം സമ്പത്തിനേക്കാൾ മൂല്യമുള്ള കാര്യമാണ് നേതൃത്വം എന്നുള്ളത്. നേതൃത്വം ഉദ്ദേശിക്കുന്നത്
ഒരു നല്ലൊരു ഉമ്മത്തിൻ്റെ നേതാവാകുക എന്നുള്ളതല്ല, അധികാരമോഹം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. വഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ പറഞ്ഞു, അൽ വറഉ അലാ വജ്ഹൈൻ, വറഉ രണ്ട് രീതിയിലുണ്ട്, രണ്ട് വജ്ഹിലുണ്ട്. വറഉൻ ഫി ളാഹിർ, ബാഹ്യമായിട്ടുള്ള വറഉ, അല്ലാ യതഹറക ഇല്ലാ ലില്ലാഹ്. ബാഹ്യമായിട്ടുള്ള വറഉ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ചലനം അത് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ഉണ്ടാവില്ല. അഥവാ ഒരാൾ ഏതെങ്കിലും തരത്തിൽ ചലിക്കുക, അയാളുടെ ഏതൊരു ചലനമാവട്ടെ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും. വറഉൻ ഫിൽ ബാത്തിൻ, ബാത്തിനായിട്ടുള്ള വറഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ അല്ലാ യദ്ഖുല അല്ലെങ്കിൽ അല്ലാ യുദ്ഖില ഖൽബക സിവാഹ്. ബാത്തിനായുള്ള വറഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൽബിൽ അള്ളാഹുവിനെ പുറമെ മറ്റൊരാളെയും പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ കൽബിൽ അള്ളാഹുവിനാണ് ഏറ്റവും വലിയ സ്ഥാനം, അള്ളാഹുവിനോളം ഒന്നുമില്ല. ഏതൊരു കാര്യവും, ഇപ്പോൾ ഏതൊരു ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, ഏതൊരു വെറുപ്പാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാൾക്കും ഒരു സ്ഥാനം നീ നൽകാതിരിക്കുക, പ്രവേശിപ്പിക്കാതിരിക്കുക. വഖാല മൻ ലം യൻദുർ ഫി ദഖീഖ്, എന്ന് അദ്ദേഹം പറയുകയുണ്ടായി, മൻ ലം യൻദുർ ഫി ദഖീഖ് മിനൽ വറഇ, ആരെങ്കിലും ഈ വറഇൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, വളരെ നിസ്സാരമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ലം യസിൽ ഇലൽ ജലീൽ മിനൽ അതാ, അവന് ഏറ്റവും മഹത്തായ, അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും മഹത്തായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അതിലേക്ക് അവൻ എത്തിച്ചേരുകയില്ല എന്നുള്ളത്. അഥവാ നമുക്കിവിടെ ഈ ദുനിയാവിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് ഒഴിവാക്കാതെ, അത് വേണ്ട എന്ന് വെക്കാതെ, അതിനോടൊരു വിമുഖതയില്ലാതെ, അതിനോടൊരു താല്പര്യമില്ലാതെ ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് ഏറ്റവും മഹത്തായിട്ടുള്ള പ്രതിഫലങ്ങൾ, മഹത്തായിട്ടുള്ള സ്ഥാനമാവട്ടെ, നേട്ടമാവട്ടെ, അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് അവൻ എത്തുകയില്ല. അത് ഭൗതികമായ വസ്തുക്കളാവണമെന്നില്ല, അല്ലെങ്കിൽ സ്വർഗീയ അനുഗ്രഹമായി മാത്രമാണെന്നില്ല. ഈമാനിൻ്റെ ആസ്വാദനം, അള്ളാഹുവിൻ്റെ അടുത്തുള്ള ദറജാസ്ഥാനം എല്ലാം ഉൾക്കൊണ്ടു. വഖാല ബഅ്ദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞു, ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത തഖ്വ ഹത്താ യദ്അ മാ ലാ ബഅ്സ ബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅ്സുൻ. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത തഖ്വ, ഒരു അടിമയും തഖ്വയുടെ യാഥാർത്ഥ്യത്തിൽ എത്തുകയില്ല, ഹത്താ യദ്അ മാ ലാ ബഅ്സ ബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅ്സുൻ, അതായത് അവൻ ഒഴിവാക്കണം, മാ ലാ ബഅ്സ ബിഹി, ഒരു കുഴപ്പമില്ലാത്ത, അഥവാ ഹറാമോ ഇതൊന്നും അല്ലാത്ത ഹലാലായിട്ടുള്ള ഒരു കാര്യം അവൻ ഒഴിവാക്കണം. എന്തിനു വേണ്ടിയിട്ട്? അതിൽ കുഴപ്പമുള്ള, ഒരു പ്രശ്നമുള്ള ഒരു കാര്യത്തിനെ പേടിച്ചുകൊണ്ട് ഒരു ഹലാലായ കാര്യം ഒഴിവാക്കുന്നവരെ. അടുത്തൊരു വാക്കും ഇതേ ആശയത്തിലാണ്. വഖാല ബഅ്ദു സഹാബ, ചില സഹാബികൾ പറഞ്ഞു, കുന്നാ നദഉ 70 ബാബൻ മിനൽ ഹലാൽ, ഞങ്ങൾ ഹലാലിൽ തന്നെ 70 ബാബുകൾ ഒഴിവാക്കാറുണ്ടായിരുന്നു, വേണ്ട എന്ന് വെക്കാറുണ്ടായിരുന്നു. മഖാഫത അൻ നഖഅ ഫീ ബാബിൻ മിനൽ ഹറാം, ഹറാമിലെ ഒരു കവാടത്തിൽ ഏതെങ്കിലും ഒരു ഹറാമിൽ വീഴുമെന്ന് പേടിച്ച്, അതിൽ വീഴാതിരിക്കാൻ വേണ്ടി. അതായത് ചിലപ്പോൾ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അത് ഹലാലായിരിക്കും, ഒരു സംശയം ഉണ്ടാവില്ല, ഹലാലായിരിക്കും. പക്ഷേ അതിലൂടെ പോയി പിന്നീട് മക്രൂഹിലേക്കും, മക്രൂഹാത്തുകളിലേക്കും, ഹറാമുകളിലേക്കും എത്തിച്ചേരുമോ എന്നുള്ള ഭയം കാരണത്താൽ ഈ ഹലാലുകൾ ഒഴിവാക്കുന്നത് വരെ ഒരാൾ തഖ്വയുടെ ഹഖീഖത്തിൽ എത്തുകയില്ല. അതിൻ്റെ തഖ്വയില്ലാത്തവനാകില്ല എന്നല്ല, അതിൻ്റെ പരിപൂർണതയിൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ എത്തുകയില്ല എന്ന് സലഫുകളിൽ ചിലർ പറയാറുണ്ടായിരുന്നു. അതുപോലെ സ്വഹാബികൾ ഒരു ഹറാമിൽ വീഴുമോ എന്ന് പേടിച്ച് ഹലാലായ 70ഓളം കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമായിരുന്നു, അല്ലെങ്കിൽ ആ കവാടങ്ങൾ തുറക്കാതെ വെക്കുമായിരുന്നു. അത് തുറന്നാൽ നാളെ ഒന്നിലേക്ക്, അതിനുശേഷം ഒന്നിലേക്ക്, അതിനുശേഷം ഒന്നിലേക്ക്, അങ്ങനെ ഹറാമിൽ വീഴുമെന്നുള്ള പേടി കാരണത്താൽ. ഇതാണ് വറഇൻ്റെ ആശയം, ഇതാണ് വറഅ്. അഥവാ ഫുദൂലുകൾ, ആ ഹദീസ് തന്നെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. അത് ചിലപ്പോൾ ഹലാലായിരിക്കും, അല്ലെങ്കിൽ മക്ruഹും ശുഭത്തും സംശയമല്ല, പക്ഷെ ഹലാലായ കാര്യങ്ങൾ വരെ ഒഴിവാക്കുന്നതിനാണ് വറഅ് എന്ന് പറയുന്നത്. എന്തു കാരണത്താൽ? അത് ഒഴിവാക്കിയില്ലെങ്കിൽ പരലോകത്തേക്ക് ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ഏതെങ്കിലും കാര്യത്തിലേക്ക് എത്തുമോ എന്നുള്ള പേടി കാരണത്താൽ. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ തുടർന്ന് പറയുന്നത്, ഫവായിദു തവറുഅ ബിതജന്നുബിൽ ഖബാഇഹ്, ഈ മോശപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും, എല്ലാം നിസ്സാരമായിട്ടുള്ള കാര്യമാവട്ടെ, അത് ഒഴിവാക്കുന്നതിലൂടെ, അതിൽ വറഅ് കാണിക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളാണ് പറയുന്നത്. അഥവാ ഒരാൾക്ക് വറഅ് ഉണ്ടാകുന്നതിലൂടെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ, ഹറാമുകളോ മക്ruഹുകളോ ശുബ്ഹത്തുകളോ എന്തും ഒഴിവാക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളെയാണ് പറയുന്നത്. 3 നേട്ടങ്ങളാണ് പ്രധാനമായും ഇബ്നുൽ ഖയ്യിം ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇഹ്ദാഹ, അതിലൊന്നാമത്തേത് സൗനുൻ നഫ്സ്, ഒരുത്തൻ്റെ നഫ്സിനെ, അവൻ്റെ മനസ്സിനെ സംരക്ഷിക്കാൻ സാധിക്കും. അതിനൊരു
സംരക്ഷണം നൽകാൻ സാധിക്കും. നമ്മൾ നഫ്സിനെ പറ്റി കഴിഞ്ഞതിൽ പറഞ്ഞു, നഫ്സ് എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും തെറ്റിക്കാവുന്ന അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള യാത്ര വലിയൊരു ജബലാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ലാത്ത രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വറയിലൂടെ സാധിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ. എന്നിട്ട് പറയുകയാണ് എന്താണ് സൗനു നഫ്സ് എന്ന് പറഞ്ഞാൽ? നഫ്സിനെ കാത്തു സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കുകയും അതിനെ ദോഷങ്ങളിൽ തടയുകയും എല്ലാം ചെയ്യുക. അതിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് സംരക്ഷിക്കുക. ويعيبها ويزري بها عند الله وملائكته وعباده المؤمنين وسائر خلقه. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും മുഅ്മിനീങ്ങളുടെ അടുക്കലും മറ്റുള്ള സൃഷ്ടികളുടെ അടുക്കലെല്ലാം മോശമായി കാണുന്ന കാര്യങ്ങളെ തൊട്ട് അതിനെ തൊട്ടെല്ലാം അതിനെ സംരക്ഷിക്കുന്നതിനാണ് ഉപകാരപ്പെടുക. അഥവാ ഒരാൾ ഈ വറ കാണിച്ചാൽ സ്വന്തത്തെ സംരക്ഷിക്കാൻ സാധിക്കും. അത് എല്ലാ അള്ളാഹും മലക്കുകളും സൃഷ്ടികളും മുഅ്മിനീങ്ങളും എല്ലാം മോശമായി കാണുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അതിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഫഇന്നമൻ കറുമത് അലൈഹി നഫ്സുഹു വകബറത് ഇൻദഹു. ആരാണോ അവൻ്റെ നഫ്സിനൊരു ആദരവ് കൊടുക്കുന്നത്, അഥവാ അവൻ്റെ നഫ്സിനെ നന്നായി കാത്തു സൂക്ഷിക്കണമെന്ന് നോക്കുന്നത്, അവൻ അതിന് ഒരു ഗൗരവം കൊടുക്കും. അവൻ്റെ മുമ്പിൽ അവനതൊരു വലിയ കാര്യമായിരിക്കും. സ്വാനഹ വഹമാഹ, അവനതിനെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു സംരക്ഷിക്കാനും സൂക്ഷിക്കാനും നോക്കും. വസക്കാഹ വഅല്ലാഹ, അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അതിനെ ഏറ്റവും ഔന്നത്യമായ അവസ്ഥയിൽ, ഉന്നതമായ അവസ്ഥയിൽ കാത്തു കൊണ്ടു നടക്കും. വവളഅഹ ഫി അഅലൽ മഹാൽ, ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയത് വെക്കും. അഥവാ മോശപ്പെട്ട താഴ്ന്ന കാര്യങ്ങളിൽ മുഴുകാതെ ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് അത് ഉന്നതമായ രീതിയിൽ കൊണ്ടുപോയി വെക്കും. അഥവാ നഫ്സിനെ അങ്ങനെ ശ്രദ്ധിക്കും. വസാഹമ ബിഹ അഹ്ലൽ അസായിം വൽ കമാലാത്ത്, അങ്ങനെ അവൻ ആരുടെ ഒപ്പം എത്തിച്ചേരും? ദൃഢനിശ്ചയമുള്ള, ഇസ്മത്തുള്ള, അതുപോലെ തന്നെ പരിപൂർണതയുള്ള ഉന്നതമായ ആളുകളോടൊപ്പം എത്തിച്ചേരുന്ന, അഥവാ ഇങ്ങനെ ഉന്നതമായ ദർജയിൽ എത്തിയിട്ടുള്ള ആളുകളുടെ അടുക്കൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ സലഫ് സ്വാലിഹ്യങ്ങളുടെയോ സഹാബികളുടെയോ അവർക്കെല്ലാം ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ, അങ്ങനെ അതിലേക്കും ഒരു മത്സരമായിട്ട് അവൻ അതിനെ കൊണ്ടുപോകും. വമൻ ഹാനത് അലൈഹി നഫ്സുഹു വസഗറത് ഇൻദഹു, ഇനി ഒരാൾക്ക് നഫ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അതിൽ അലംഭാവാണ്, അവനൊരു വിലയും കൊടുക്കുന്നില്ല, അതൊരു നിസ്സാരമായി കാണുകയാണെങ്കിൽ അൽഖാഹ ഫിർ റദാഇൽ, അത് മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് അവൻ അതിനെ കൊണ്ടുപോയിടും. അവൻ്റെ നഫ്സ് എപ്പോഴും മ്ലേച്ഛമായ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും. അതിൻ്റെ ചരടുകൾ ഊരിവിട്ട, അതിൻ്റെ കെട്ടുകൾ അഴിച്ചുവിട്ട അവസ്ഥയിൽ അത് തോന്നിയ പോലെ പോകും. വദസ്ഹ വലം യസുൻഹ അൻ ഖബീഹിൻ, അങ്ങനെ അത് മോശപ്പെട്ട അഴുക്ക് നിറഞ്ഞ അവസ്ഥയിൽ നശിച്ചു പോകും. മ്ലേച്ഛതകളിൽ നിന്ന് അതിന് സംരക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ വറ ഉണ്ട് എങ്കിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ സൗനുൻ നഫ്സാണ്. സ്വന്തം നഫ്സിനെ നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. വസാനിയത്തു, രണ്ടാമത്തേത് തൗഫീറുൽ ഹസനാത്ത് മിൻ വജ്ഹൈൻ, നന്മകളെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതായത് ഒരാൾക്ക് വറ ഉണ്ടാകുമ്പോൾ അവൻ്റെ സൽക്കർമ്മങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ അവന് സാധിക്കും. ഇനി അത് പറയാണ് രണ്ട് തരത്തിൽ സാധിക്കും. പറയാണ് മിൻ വജ്ഹൈൻ അഹദുഹുമ, ഒന്നാമത്തേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഫീറു സമാനിഹി അല ഇക്തിസാബിൽ ഹസനാത്ത്. ഒരാൾക്ക് വറ ഉണ്ട് എങ്കിൽ അവൻ എന്ത് സാധിക്കും? അവൻ്റെ സമയത്തെ സൂക്ഷിക്കാൻ സാധിക്കും, സേവ് ചെയ്യാൻ സാധിക്കും. അല ഇക്തിസാബിൽ ഹസനാത്ത്, അവിടെ നന്മകൾ ചെയ്തുകൊണ്ട്. അഥവാ ഒരാൾക്ക് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ അവന് സമയം കൂടുതൽ കിട്ടും. ആ സമയത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും സാധിക്കും. ഫൈദശ്തഗല ബിൽ ഖബാഇഹി നഖസത് അലൈഹിൽ ഹസനാതു അല്ലതി കാന മുസ്തഇദ്ദൻ ലിതഹ്സീലിഹാ. ഇനി അവൻ മ്ലേച്ഛമായ, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകുകയാണെങ്കിലോ, ഇപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പോലെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കളയാൻ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പണ്ടൊക്കെ എന്തെങ്കിലും പുറത്തുപോയി ആളുകളോട് സംസാരിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന് മൊബൈലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം സമയം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ പലരും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളും പലതും മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിലൊരാൾ മുഴുകിക്കഴിഞ്ഞാൽ അവൻ എന്താ നഷ്ടപ്പെടുന്നത്? അവൻ്റെ നന്മകൾ കുറയും, ഉറപ്പാണ്. കാരണം നന്മ ചെയ്യാനുള്ള സമയത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ നന്മകൾ കുറയും, അഥവാ നന്മ നേടിയെടുക്കാനുള്ള സമയം നഷ്ടപ്പെടുന്നതിലൂടെ അവൻ്റെ ആ നന്മകൾ കുറയും. അപ്പോൾ വറയുണ്ട് എങ്കിൽ അവൻ ആ സമയം നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതൊന്നാമത്തെ രീതി. രണ്ടാമത്തേത് നന്മകളെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത് വസാനി തൗഫീറുൽ ഹസനാത്തിൽ മഫ്ഊലതി അൻ നുഖ്സാനിഹാ ബിമുവാസനത്തിൽ സയ്യിആതി ഔ ഹുബൂതിഹാ. അവൻ ചെയ്ത നന്മകൾ, അവൻ ചെയ്തു കഴിഞ്ഞ നന്മകൾ അതിനെ കുറവ് വരാതെയും അതുപോലെ തന്നെ പാപങ്ങൾ കാരണത്താൽ നിഷ്ഫലമാകാതെയും കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അതായത്
ഇവിടെ പറഞ്ഞത് ഒരാൾക്ക് വറഉണ്ട് എങ്കിൽ അവന് നന്മകൾ കാത്തു സൂക്ഷിക്കാൻ പറ്റും, നന്മകൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും പറഞ്ഞു. രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്നാമത്തേത് അവന്റെ സമയത്തെ അവൻ സൂക്ഷിക്കുന്നത് വഴി, അഥവാ ഒരാൾക്ക് വറഉണ്ടെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് അവന്റെ സമയം പോകില്ല. അപ്പൊ ആ സമയത്തെ നന്മകൾക്ക് വേണ്ടി അവൻ ഉപയോഗിക്കുകയും നന്മ ചെയ്യാനും പറ്റും. വറഇല്ല എങ്കിലോ ആ സമയങ്ങളൊക്കെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പോയി പോകും. രണ്ടാമത്തേത് ചെയ്ത നന്മകൾ പാപങ്ങളാൽ കുറഞ്ഞു പോകാതെയും അതിന്റെ പ്രതിഫലം കുറഞ്ഞു പോകാതെയും അത് നിഷ്ഫലമായി പോകാതെയും ആ ചെയ്ത നന്മകളെ എടുത്തു വെക്കാൻ സാധിക്കും, സൂക്ഷിക്കാൻ സാധിക്കും. എങ്ങനെ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇബ്നു ഖയ്യിം പറയുന്നത്, കമാ തഖദ്ദമ ഫീ മൻസിലത്തി തൗബത്തി അന്ന സയ്യിആതി ഖദ് തുഹ്ബിതു അൽ ഹസനാത്ത്. നമ്മൾ മുമ്പ് തൗബയുടെ ബാബിൽ പറയുകയുണ്ടായി, പാപങ്ങൾ എന്നുള്ളത് നന്മകളെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്, നന്മകളെ നിഷ്ഫലമാക്കുന്ന കാര്യമാണ് പാപങ്ങൾ എന്ന് തൗബയുടെ ബാബിൽ വിശാലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾ നന്മ ചെയ്തു വെച്ചിട്ടുണ്ട്, പിന്നെ അവന് പറയില്ല എങ്കിലോ അവൻ അവന്റെ ഭാവിയിൽ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള പാപങ്ങളിലേക്കും തെറ്റുകളിലേക്കും പോകും. അതവൻ ചെയ്ത നന്മകളുടെ പ്രതിഫലം കുറക്കുകയോ അല്ലെങ്കിൽ അതിനെ നിഷ്ഫലമാക്കുകയോ ചെയ്യും. അതാണ് പറയുന്നത്. ഒന്നെങ്കിൽ എന്തുണ്ടാകും? ആ പാപങ്ങൾ കാരണത്താൽ മൊത്തത്തിൽ ആ സൽക്കർമ്മം നശിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ അതിൽ വരുത്തും. ഫലാബുദ്ധ അൻ തുദഇഫഹ ഖതഅൻ. എന്തായാലും എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാക്കുക എന്നുള്ളത് എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു കുറവ് അതിൽ വരുത്തുക എന്നുള്ളത് പാപങ്ങൾ സംഭവിക്കുമ്പോൾ നന്മകളിൽ ഉണ്ടാകും. ഫതജന്നുബഹ യുവഫിറു ദീവാനൽ ഹസനാത്ത്. അപ്പോൾ ഈ പാപങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് എന്തുണ്ടാകും? ആ നന്മകളുടെ രേഖകളെ, നന്മകൾ രേഖപ്പെടുത്തിയിട്ടുള്ളവ നന്മകളെ കാത്തു സൂക്ഷിക്കാൻ ഉപകാരപ്പെടും. വദാലിക ബിമൻസിലതി മൻ ലഹു മാലുൻ ഹാസിലുൻ. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാള് അവൻ സമ്പത്തുണ്ട്, അവൻ്റെ കയ്യിൽ അവൻ സമ്പത്ത് നേടി, വസ്തദാന അലൈഹി, പക്ഷെ അവന് കടബാധ്യതകളുണ്ട്, അവന് കൊടുക്കാൻ കടമുണ്ട്. ഫൈമാ യസ്തഗ്രിഖഹു ദൈനു ഔ അക്തറഹു ഔ യൻഖുസുഹു. അവൻ ഒന്നെങ്കിൽ എന്തുണ്ടാകും? അവന്റെ ആ കടം കൊടുത്ത് ആ നേടിയ സമ്പത്ത് മൊത്തം കടം വീട്ടി തീരും. അതല്ല എങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു ഭാഗം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവനുള്ള സമ്പത്തിന് കുറവ് വരുത്തും. ഇപ്പൊ ഒരാൾക്ക് കടബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് സമ്പത്തുണ്ട്, പിന്നെ അവന് കടബാധ്യത വന്നു വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവും? അവന്റെ ആ സമ്പത്തിൽ നിന്ന് അത് വീട്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെയാണ് ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചു, പിന്നെ പാപം ചെയ്താലോ ഈ കടം കൊടുക്കുന്നത് പോലെ ഈ നന്മകളിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ അത് മുഴുവൻ പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവയിൽ വരുത്തും. ഫഹാക്കദിൽ ഹസനാത്ത് വസയ്യാത്ത്. ഇതുപോലെയാണ് നന്മകളും തെറ്റുകളും പാപങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത് സൗനു നഫ്സ്, ഒരാളുടെ നഫ്സിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും പറയുന്നുണ്ടെങ്കിൽ. രണ്ട്, നന്മകളെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. അത് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് വസ്താലിസതു സിയാനത്തുൽ ഈമാൻ, ഒരാളുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റും. لأن الإيمان عند جميع أهل السنة يزيد بالطاعة وينقص بالمعصية. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുസുന്നയുടെ അഖീദയിൽ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യസീദ് ബിത്വാഅ, അല്ലാഹുവിനുള്ള അനുസരണത്തിലൂടെ കൂടുന്നതും വയൻഖുസു ബിൽ മഅസിയ, അല്ലാഹുവിനുള്ള ധിക്കാരത്തിലൂടെ കുറയുന്നതുമായിട്ടുള്ള കാര്യമാണ്. അറിയപ്പെട്ട കാര്യമാണ്. മുർജിയാക്കളെ പോലെയോ ഖവാരിജുകളെ പോലെയോ ഈമാനിന്റെ വിഷയത്തിൽ പഴച്ച വിശ്വാസമല്ല അഹ്ലുസുന്നക്കുള്ളത്. അല്ലാഹുവിനെ അനുസരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് കൂടും, ധിക്കാരം ചെയ്താൽ അത് കുറയും, അഥവാ അനുസരണക്കേട് ചെയ്താൽ, പാപങ്ങൾ ചെയ്താൽ കുറയും. വഇദ്ആഫുൽ മആസി ലിൽ ഈമാൻ അംറുൻ മഅലൂമുൻ ബിദ്ദൗഖി വൽ വുജൂദ്. പാപങ്ങൾക്ക് ഈമാനിലുള്ള സ്വാധീനം, അല്ലെങ്കിൽ പിന്നെ പാപങ്ങൾ കാരണത്താൽ ഈമാനിൽ ഉണ്ടാവുന്ന കുറവ്, ദുർബലത, അംറുൻ മഅലൂമുൻ ബിദ്ദൗഖി വൽ വുജൂദ്, ഏതൊരാളും അനുഭവിച്ച് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിൽ ഉണ്ടാകുന്ന കുറവും നമ്മുടെ ഖൽബിനുണ്ടാകുന്ന അസ്വസ്ഥതയും എല്ലാം നമ്മൾ അറിയപ്പെട്ട കാര്യമാണ്. അതിൽ സംശയമില്ല. ഫൈനൽ അബ്ദ കമാ ജാഅ ഫിൽ ഹദീസ്, ഒരടിമ ഹദീസിൽ വന്നതുപോലെ, ഇദാ അദ്നബ, അവൻ പാപം ചെയ്താൽ, നുകിദ ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ, അവന്റെ ഖൽബിൽ ഒരു കറുത്ത കുത്തു വീഴും, ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ. ഫൈൻ താബ വസ്തഗ്ഫറ സുഖില ഖൽബുഹു, അവൻ തൗബ ചെയ്ത് മടങ്ങുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഖൽബ് സ്ഫുടം ചെയ്യപ്പെടും, അഥവാ വൃത്തിയാക്കി അതൊന്നുകൂടി പോളിഷ് ചെയ്ത് നന്നായി എടുക്കപ്പെടും, ആ കറുത്ത കുത്തൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട്. വൈൻ ആദ ഫഅദ്നബ നുകിദ ഫീഹി നുക്തത്തുൻ ഉഖറ, വീണ്ടും അവൻ പാപം ചെയ്താൽ വീണ്ടും കൽബിൽ ഒരു കറുത്ത കുത്ത് അങ്ങനെ വിടും. ഹത്താ തഅലു ഖൽബഹു, അങ്ങനെ പാപം ചെയ്യുന്ന അനുസരിച്ച് ആ കറുത്ത കുത്ത് കൂടി 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 അത് കറുത്തു പോകുന്ന അവസ്ഥ. وذلك الران الذي قال الله تعالى كلا بل ران على قلوبهم ما كانوا يكسبون. സൂറത്തുൽ മുത്തഫിഫീനിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞ അർറാൻ, അടയാളം എന്ന് പറഞ്ഞത്, അങ്ങനെ ഒരു അടയാളം എന്ന് പറഞ്ഞത് ഇതാണ്. പാപം ചെയ്താൽ ഉണ്ടാകുന്ന
ഈ അടയാളത്തെ പറ്റിയാണ്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം, അവരുടെ കൽബിൽ ഒരു അടയാളം വന്നിരിക്കുന്നു, മാക്കാനു യക്സിബൂൻ, അവർ ചെയ്തതിൻ്റെ, അവർ നേടിയതിൻ്റെ ഫലമായിട്ട്, അഥവാ പാപങ്ങളുടെ ഫലമായിട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വറഇല്ല എങ്കിൽ, പാപങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കൽബിൽ എന്തുണ്ടാകും? ഈമാനിൽ ദുർബലത ഉണ്ടാകും. ഈമാനിനെ സംരക്ഷിക്കാൻ പറ്റും വറഉണ്ട് എങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കലാണ്. ആ ഒഴിവാക്കൽ ഫുദൂലുകളിൽ ഏറ്റവും അതിൻ്റെ ഉന്നതമായ അവസ്ഥ ഫുദൂലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയാൽ മക്രൂഹാത്തുകളിൽ നിന്നും ശുബഹത്തുകളിൽ നിന്നും ഹറാമത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നുള്ളത് എന്താ? ശുബഹാത്തുകളാണ്. ശുബഹാത്തുകൾ മാത്രം ഒഴിവാക്കുന്നുള്ളൂ എങ്കിൽ മക്രൂഹിൽ, തൊട്ടടുത്ത മക്രൂഹിൽ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇനി മക്രൂഹുകൾ മാത്രം ഒഴിവാക്കുന്നെങ്കിൽ ഹറാമിൽ വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വറ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യം ഒഴിവാക്കലാണ്. അപ്പോൾ ആ ഒഴിവാക്കൽ ഒരാളുടെ മനസ്സിനെ കാത്തു സംരക്ഷിക്കാൻ സാധിക്കും, നന്മകളെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും, ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം, ഫൽ ഖബാഇഹു തുസവ്വിദുൽ ഖൽബ്, ഈ മ്ലേച്ഛമായിട്ടുള്ള പാപങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൽബിനെ ഇരുട്ടാക്കും, കൽബിനെ ഇരുട്ടിലാക്കും, അഥവാ കടുപ്പിച്ച് കളയും, കറുപ്പ് നിറമാക്കി കളയും. തുത്ഫിഉ നൂറഹു, കൽബിന്റെ വെളിച്ചത്തെ, പ്രകാശത്തെ കെടുത്തിക്കളയും. വൽ ഈമാനു ഹുവ നൂറുൻ ഫിൽ ഖൽബ്, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലെ പ്രകാശമാണ്. വൽ ഖബാഇഹു തദ്ഹബു ബിഹി ഔ തുഖല്ലിലുഹു ഖത്അൻ, ഈ തെറ്റുകൾ എന്നുള്ളത് മ്ലേച്ഛമായ നിസ്സാരമായിട്ടുള്ള, അതുപോലുള്ള നിസ്സാരമായ മ്ലേച്ഛമായ തെറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ അത് ആ പ്രകാശം കൊണ്ട് പോവുകയും അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ആ പ്രകാശത്തിനെ കുറച്ച് കളയുകയും ചെയ്യും, അതിൽ സംശയമില്ല. വൽ ഹസനാത്തു, എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു മൻസിലത്ത്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വൽ ഹസനാത്തു, നന്മകൾ എന്നുള്ളത് തസീദു നൂറൽ ഖൽബ്, ഖൽബിന്റെ പ്രകാശത്തെ വർദ്ധിപ്പിക്കും. വസയ്യിആതു തുത്ഫിഉ നൂറൽ ഖൽബ്, തെറ്റുകൾ എന്നുള്ളത് ഖൽബിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയും. വഖദ് അഖ്ബറ തആല അന്ന കസ്ബൽ ഖുലൂബി സബബുൻ ലിർറാനി അല്ലദീ യഅലൂഹാ, അല്ലാഹു തആല സൂറത്തുൽ മുത്തഫിഫീനിൽ അറിയിച്ചു, ഒരാളുടെ ഖൽബ് നേടിയെടുക്കുന്നതോ ആ പാപങ്ങൾ കാരണം നേടിയെടുത്തുകൊണ്ടാണ് അവൻ്റെ കൽബ് റാൻ ഉണ്ടാവുകയും അഥവാ കറുത്ത അടയാളം ഉണ്ടാവുകയും അത് വർദ്ധിക്കുന്നതും അത് അതിനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിൽ അത്രയും കൂടിപ്പോകുന്നതും. വഖ്ബർ അന്നഹു അർക്കസൽ മുനാഫിഖീന ഫീ നിഫാഖിഹിം ബികസ്ബിഹിം, അതുപോലെ അല്ലാഹു തആല മുനാഫിഖീങ്ങളെ പറ്റി അറിയിച്ചു, അവരെ നിഫാഖ് കാരണത്താൽ അവരുടെ കൽബിനെ അല്ലാഹു തആല തിരിച്ചു കളഞ്ഞു എന്നുള്ളത്. സൂറത്തു നിസായിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വല്ലാഹു അർക്കസഹും ബിമാ കസബൂ, മുനാഫിക്കുകളെ പറ്റി പറയാണ്, അവർ നേടിയതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അവരെ തിരിച്ചു കളഞ്ഞു, അഥവാ അവരുടെ കൽബിനെ തല തിരിച്ചു കളയുന്ന അവസ്ഥയിൽ അള്ളാഹു ആക്കി എന്നുള്ളത്. അപ്പോൾ വറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. അതിൽ ഫുദൂലാത്തുകൾ ഹലാലായ കാര്യങ്ങളാണെങ്കിലും അതിനെയും നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്കുള്ളതിനെ ഒഴിവാക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്ന നിലയ്ക്ക് ഒഴിവാക്കുന്നതിനാണ്. എന്തുകൊണ്ടാണത്? പരലോകത്ത് എന്തെങ്കിലും ദോഷം വരുത്തുമോ എന്നോ ഹലാലല്ലാതെ ഹറാമിൽ ചെന്ന് വീഴുമോ എന്നുള്ള പേടി കാരണത്താൽ ഒരു ഹലാലിനെ ഒഴിവാക്കുന്ന ആ ഒരു അവസ്ഥ, അതിനാണ് വറ എന്ന് പറയുന്നത്. അതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ചില നേട്ടങ്ങൾ ഇബ്നുൽ ഖയ്യിം എടുത്തു പറയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.